ഇറാൻ ഇസ്രായേൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ നൈജീരിയയിൽ മുസ്ലിം മത ഭീകര സംഘടനയായ ഫുലാനി നൂറുകണക്കിന് ക്രൈസ്തവരെ കൊന്നൊടുക്കുകയാണ്. ഇതിൽ പുരോഹിതരും ഉണ്ടെന്നാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ബൊക്ക ഹറാം എന്ന ഭീകര സംഘടനയുടെ ബ്രാഞ്ചാണ് ഈ പറയുന്ന ഫുലാനി. അവർ ഓരോ വീടുകൾ തോറും കയറി ഇറങ്ങുകയും ഗ്രാമങ്ങൾ അഗ്നിക്കിരയാക്കുകയുമാണ് ചെയ്യുന്നത്. അവിടുത്തെ ഗ്രാമീണരെ ജീവനോടെ ചുട്ടുകൊല്ലുകയാണ്. അവിടുത്തെ ക്രൈസ്തവരുടെ കയ്യിലാണ് മധ്യ നൈജീരിയയിലുള്ള ഫലപുഷ്ടമായ കൃഷിയിടം. ഇത് സ്വന്തമാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ കുറേ കാലമായി ക്രൈസ്തവരെ കൊന്നൊടുക്കുന്ന തിരക്കിലാണ് ഭീകരർ. 400ഓളം ക്രൈസ്തവരാണ് ഈ കഴിഞ്ഞ കുറച്ചു നാളുകൾക്കിടയിൽ കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം മാത്രം 100-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. 100-ലധികം പേരെ കാണാതായിട്ടുമുണ്ട്. ഏതായാലും ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണ്. ക്രിസ്ത്യാനികൾ നൈജീരിയയിൽ കഴിഞ്ഞ കുറേ കാലമായി വംശഹത്യയുടെ പിടിയിൽ നിന്നുമാണ്. ഇവരുടെ പക്കൽ നിന്നും ഭൂമിയും മറ്റും തട്ടിയെടുത്ത് ഇവരെ വധിച്ചു കളയോ ഇല്ലെങ്കിൽ ഇവർക്ക് പലായനത്തിന് പ്രേരിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു രീതിയാണ് ഭീകരർക്കുള്ളത്. ആഫ്രിക്കയുടെ പല രാജ്യങ്ങളും ഇത്തരത്തിൽ തന്നെയാണ്. ഒരു കാലത്തെ ക്രൈസ്തവരുടെ കയ്യിലിരുന്ന പല ആഫ്രിക്കൻ രാജ്യങ്ങളും ഇന്ന് ഇസ്ലാമിക ഭീകരരുടെ കയ്യിലാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യവും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.